നമസ്കാരം. ലാൽ സെക്യൂരിറ്റി സൊല്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് നമ്മുടെ മൊബൈലിൽ എടുത്ത വീഡിയോ എങ്ങനെ നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ എം എക്സ് പ്ലെയറിൽ നമ്മൾ എടുത്ത ഒരു വീഡിയോ കൊണ്ടുവന്നതിന് ശേഷം അതിന് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തിട്ട് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ മേളിൽ ഓപ്ഷൻ വരും. അതിൽ ലോപ്പ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ലോപ്പ് ഓൺ ആവും. ഓൺ ആയതിനു ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അതിനെ നമ്മൾ എനേബിൾഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പാമ്പ് ലൈവ് ഒരിക്കലും ഇടാതിരിക്കുക. പാമ്പ് ഇപ്പം എല്ലാവരും കണ്ട് 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 മടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അതിന്റെ ടൈറ്റിൽ എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് ഒരു വീഡിയോ അതിന് റിച്ച് ഉണ്ടാകുന്നത്. അതും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ സ്ക്രീനിലെടുത്ത ആ വീഡിയോ ഇപ്പോൾ പ്ലേ ആവുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് ലോപ്പ് കൊടുത്തതിന് ശേഷം അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഓടുന്നുണ്ടോ എന്ന് നോക്കുക. അത് നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മിനിമൈസ് ചെയ്യണം. മിനിമൈസ് ചെയ്തിട്ട് ഇപ്പം മിനിമൈസ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ യൂട്യൂബിൽ ലൈവ് എങ്ങനെ ഓൺ ചെയ്യുന്നോ അതുകൊണ്ട് തന്നെ ലൈവിൽ പോവുക. ലൈവിൽ പോയിട്ട് നമ്മൾ എഡിറ്റിങ്ങിൽ പോവുക. എഡിറ്റിങ്ങിൽ ചെന്നിട്ട് നമ്മൾ അവിടെ ടൈറ്റിൽ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നല്ല രീതിയിലൊരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. ടൈറ്റിലൊക്കെ കൊടുക്കുന്നതിലാണ് നമ്മുടെ ആ വീഡിയോയുടെ വിജയം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ച് ടൈറ്റിൽ കൊടുക്കുക. എപ്പോഴും ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻ കാസ്റ്റിനെ ഓൺ ചെയ്യുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഫുള്ള് ടൈപ്പ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ഈ 2 മൊബൈലിലുള്ള പരിപാടി ആയതുകൊണ്ട് അത് ക്ലിയർ ആയില്ല. കാരണം ആ ടൈപ്പിങ്ങിൽ എന്തോ മിസ്റ്റേക്ക് വരുന്നുണ്ട്. കാരണം അത് ഒരു മൊബൈൽ മേളിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെതായ ഒരു റിസ്കിലാണ് ഞാനത് വീഡിയോ എടുത്തേക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തോ കൊടുത്തു, അത് ഇച്ചിരി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞാൻ അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ക്രീൻ കാസ്റ്റിനെ ഓൺ ചെയ്യാം. സ്ക്രീൻ കാസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ സെലക്ട് ഓഡിയൻസ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എ ഫ്യൂ ടിപ്സ് അതിനെ ഗോ ഇറ്റ് കൊടുക്കുക. ഗോ ഇറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് റെഡി ആവുകയാണ്. ഇപ്പോൾ അതിനെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ അന്നേരം എടുത്തു വെച്ച വീഡിയോ അതിന്റെ സെൻട്രൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഫുൾ സ്ക്രീൻ ആവും. ഫുൾ സ്ക്രീൻ ആയതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ മേളി വരും. അപ്പൊ അതിന്റെ വീഡിയോ ക്യാമറ നമ്മൾ ഓഫ് ചെയ്യുക. ഫസ്റ്റ് ഉള്ള ഓപ്ഷനിലെ വീഡിയോ ക്യാമറ ഓഫ് ചെയ്യുക, മൈക്ക് ഓഫ് ചെയ്യുക, മെസ്സേജ് നമ്മൾ ഓൺ ചെയ്യുക. എന്നിട്ട് സെറ്റിങ്ങിൽ പോവുക. സെറ്റിങ്ങിലെ വീഡിയോ ക്യാമറ ഫുള്ള് ചെറുതാക്കുക. അപ്പോഴാണ് നമ്മുടെ ആ ഡി പി ചെറുതാവത്തുള്ളൂ, അല്ലാതെ ഡി പി വലുതായിട്ട് തന്നെ കാണിക്കും. അതിനുശേഷം ഒന്ന് ബാക്ക് വരിക. മേളിലെ ലെഫ്റ്റിലോട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ബാക്ക് വന്നതിന് ശേഷം ഗോ ലൈവ് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രീൻ കാസ്റ്റ് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ഈ മൊബൈലിലോട്ട് ഫോൺ വരാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ അപ്പൊ ടച്ച് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ എന്തൊക്കെ ഓപ്ഷൻ ഓപ്പൺ ആവുന്നോ അതെല്ലാം ഇനി ഒരു സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ പുതിയ ടിപ്സ് വീഡിയോകൾ ഇനിയും പറഞ്ഞു തരുന്നതാണ്. ഇപ്പൊ നമുക്ക് കാണാം. ഇപ്പം വരും. ഇപ്പൊ നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് ഇപ്പൊ ഞാൻ എടുക്കാം. ഇതിപ്പം ഒന്ന് പഴയ കിടന്നതിനൊക്കെ ഒന്ന് എടുക്കും. താഴെ ആ ഡി പി കിടക്കുന്നുണ്ടല്ലേ. അപ്പൊ നമ്മുടെ സ്ക്രീൻ കാസ്റ്റ് ഓടുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നത്.